പക്ഷെ ഞാനിപ്പോ നേരത്തെ വീഡിയോയിൽ ഒരു കൂട് കണ്ടല്ലോ, പുലി അവിടെ ശരിക്കും ഉണ്ടതാ? പുലി ഉള്ളതാ? നാട്ടില് പുലിന്റെ ആരെങ്കിലും കളു പറഞ്ഞിട്ട് ഇടുവോ? നാട്ടുകാർക്ക് വെച്ചേക്കില്ലല്ലോ. അടിയന്തരത്തിന് പറ്റി 12 ഉണ്ടാവുക ഒരെണ്ണം വേണ്ടി വരും. അല്ല, പക്ഷെ കൂട്ടിനകത്ത് ഇതുവരെ പുലിയെ പിടിച്ചിട്ടുണ്ടോ നിങ്ങള്? പുലി നമ്മ ഇങ്ങനെ വിളിച്ചിട്ട് പുലിനെ കേറുന്ന് പറയല്ലോ, ഇങ്ങനെ അവർ യാരെന്ന് വെച്ചേ അവർ ഭയങ്കരമായ ആളാടാ. അവർക്കിട്ട് മോതാതെ എനിക്കിഷ്ടപ്പെട്ടത് അത് എനിക്കിഷ്ടപ്പെട്ട്. നിനക്ക് എന്തോ ഒരു അപ്പവും കടലക്കറിയും മേടിച്ചാ നടാ ഞാൻ. കറക്റ്റ് അല്ലേ? കറക്റ്റ് തന്നെ. പക്ഷേ ഒരു കൂട് വെച്ചേക്കുമ്പോ അതിലൊരു പുലി ഉണ്ടാവാണെന്നാണല്ല ഇന്ത്യൻ ഭരണഘടനയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതിന് ഞാൻ ഇപ്പൊ ഞാൻ അതിൽ പോയിട്ട് കുത്തിയിരിക്കണം, എന്നിട്ട് പുലിനെ വിളിക്കണം. എന്നെ കണ്ടിട്ട് വന്നാലായി, അല്ലാണ്ട് ഇനി പുലി വരും നമുക്ക് തോന്നില്ല. ചോരയില്ലാത്ത വർഗം. സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിക്കാൻ പിള്ളേരെ? അതെ അതെ. ഇപ്പൊ അച്ഛനെ വിളിച്ചതല്ല. എന്ത്? ഇല്ലല്ല, ചോദ്യം ഒന്നും ചോദിക്കൂല. അങ്ങനെ നാട്ടുകാരുടെ മുൻപിൽ താൻ ഒരു വഷളാക്കി. ഞാൻ ഈ മൈക്ക് ദൂരം പിടിച്ച് ആരും കേൾക്കണ്ട. നിങ്ങൾക്ക് ആ മൈക്ക് ഉണ്ടെന്നില്ല ബോധം കൂടി. അയ്യോ, എനിക്ക് മറന്നുപോയി. അതെ, തന്റെ ഇടപെടലെല്ലാം തീർന്നല്ലോ. പറയാൻ വാക്കുകളില്ല. റിയലി അമേസിംഗ്. അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിംഗ്. ഇന്നല്ലെങ്കിൽ നാളെ ഞാനിത് പ്രതീക്ഷിച്ചതാ. ഒരു സെക്കൻഡ്. വർഷ, പ്ലീസ് ഡീൽ. ബൈ. ഇനി ഇതുപോലെ കാണിക്കൂ. സത്യമായിട്ടും അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ സദാശിവ മാമന്റെ അടുത്ത് വിളിച്ചു പറയാം. നല്ലതാ, അവനത് കിട്ടേണ്ടതായിരുന്നു. ശവത്തേല് ബ്ലേഡ് വെച്ച് കീറില്ല എന്റെ നായരെ. അനക്ക് മഞ്ജു ചേച്ചിനെ കാണാൻ കഴിഞ്ഞൊന്നുമില്ല. ഞാൻ വന്നപ്പാടന്നെ ഹായ് ആക്കി. ഞാൻ പാവോട് എന്നൊന്നും ചേരുന്നില്ല. പിന്നെ നിങ്ങളെ കാണാൻ നല്ല പാങ്ങുണ്ട്. നല്ല പാങ്ങുണ്ടെന്ന്. യു ആർ ലുക്കിംഗ് ബ്യൂട്ടിഫുൾ. എനിക്കിഷ്ടം. എനിക്ക് എന്റെ ഉള്ളൊന്ന് കാണില്ല. ഭയപ്പെടാതെ ഒന്നും പണ്ണ മാറ്റേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേരത്തെ ചിത്ര ചേച്ചി എന്ത് കൈയടിക്കാത്തത്? ചേച്ചി ഒരു തോക്ക് തലയെ വെച്ചതുപോലെ. സിത്തുമണിക്ക് ഞാൻ ഏകദേശം മെസ്സേജ് ആണ്. സിത്തുമണി ഒരു അതിന് താഴെ തിരക്കരങ്ങൊരു ലവ് തരും. സിത്തുമണിയുടെ ഒരുപാട് ലവ് ഉണ്ട്. ആളുകള് എന്തൊക്കെ കഥയല്ല അടിച്ചിറക്കുന്നത്. അത് ഞാൻ പറയാം. ഓ ശരി. ഉടനെ തുടങ്ങും. ഓഹോ, ഇവിടെ നമ്മൾ തമ്മിൽ വിധിച്ചേട്ടന്റെ ഒരു മഴേന്റെ പാട്ടില്ലേ, മഴയുള്ള രാത്രിയിൽ. അതല്ലപ്പാ, മറ്റൊരു എത്ര കിട്ടിയാലും പഠിക്കൂലെന്ന് വെച്ചാൽ. എന്നിട്ട് ഞാൻ ഈ വിധിച്ചേട്ടന് മെസ്സേജ് അയച്ചു. പിന്നെ ഞാൻ നിങ്ങളെ പാട്ട് പാടിയിട്ടുണ്ട്, ചിലപ്പോ നിങ്ങൾ തെറ്റുണ്ടാവും, ഞാൻ പാട്ടൊന്നും പഠിച്ചിട്ടാണ്. സീനും കൂടി ആ ടാഗാക്കി മെൻഷനാക്കി അതിന്റെ ഭാഗത്തേക്ക് വന്നിട്ടാണ് ഞാൻ. അന്നത്തെ സാഹചര്യം അതായിരുന്നു സാറ്. എല്ലാം ഒന്നും മറക്കണം. അറിയാമോ, ഇവിടെ വരുമ്പോ കാണാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. സഹദേവനളി എന്റെ ആത്മാർത്ഥത്തെ കുറിച്ച് എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞു കേൾപ്പിക്കണം. അതൊക്കെ മനസ്സിലായി. സ്വാമിയുടെ ഈ വക ബുദ്ധി ഒന്നും ഇവിടെ ചെലവാവില്ല. ഞാൻ വിചാരിച്ചു നിനക്ക് മാത്രമേ ഉള്ളത്. എല്ലാവർക്കും ഉണ്ട്. ബെസ്റ്റ് ടൈമാ നിങ്ങളുടെ.